കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ചില ആഴ്ചകൾക്ക് ശേഷം ആണ് ഇങ്ങനെ വചനപഠനത്തോടനുബന്ധിച്ച് ആയിരിക്കാനിടയായി തീർന്നത്. ഇങ്ങനെ ലഭിച്ച അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദയവായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ പൊടി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ചുമയും അതുപോലെ കഫം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ബുദ്ധിമുട്ട് ഇത് തന്നെ പ്രശ്നം. ഇങ്ങനെ തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ലഭിക്കേണ്ടതിന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഗലാത്യ ലേഖനം നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ നിന്നായത് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ആദ്യത്തെ 2 അധ്യായങ്ങൾ കൃപയുടെ പ്രമാണം, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് പൗലോസ് കുറച്ച് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വിഷയം അവതരിപ്പിച്ചു. അതിനുശേഷം ഈ ഉപദേശത്തിൻ്റെ വിശദീകരണം അതായിരുന്നു താൻ അടുത്ത 2 അധ്യായങ്ങളിലായിട്ട് നൽകുന്നത്. നമ്മൾ ആ ഭാഗമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും കാതലായ വിഷയം ഇവിടെയാണ്. അതായത് ഈ ഉപദേശത്തിൻ്റെ വിശദീകരണം അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ ആ ഉപദേശത്തെ താൻ ന്യായീകരിക്കുവാനായിട്ട് 7 ഉദാഹരണങ്ങൾ 7 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യായീകരിച്ചത് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. നമ്മൾ കൂടെ ഇത് പറഞ്ഞതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഈ കോണ്ടെക്സ്റ്റിലേക്ക് വരാൻ വേണ്ടി ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് തന്നെ വീണ്ടും വിശദീകരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ 3-ാം അധ്യായത്തിൽ ഈ വിഷയം താൻ ന്യായീകരിക്കുകയായിരുന്നു. തികച്ചും അത് ന്യായീകരണത്തിന് യോഗ്യമാണ് എന്ന് നമ്മൾ ഓർത്തതുപോലെ 7 പ്രത്യേക ഉദാഹരണങ്ങൾ, കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അത് അവതരിപ്പിച്ചു. അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വിഷയം, ആ ഉപദേശം വീണ്ടും വിശദീകരിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യം വരെയാണ് ചിന്തിച്ചത്. നിയമപരമായ ഒരു വിശദീകരണമാണ് നൽകിയത്. നിയമപരമായ വിശദീകരണം. അതിന് താൻ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു മകൻ. അത് റോമ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ അടിമയ്ക്ക് തുല്യമാണ്. എല്ലാ അവകാശമുണ്ട്, പക്ഷേ ആള് ഇപ്പോഴും ആരുടെ കസ്റ്റഡിയിലാണ്? ഗൃഹവിചാരകന്മാരുടെ, സംരക്ഷകന്മാരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ആ പറയുന്ന ഈ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ കുടുംബപരമായി കിട്ടിയിരിക്കുന്ന തൻ്റെ അവകാശങ്ങളൊന്നും അതെല്ലാം തനിക്കുള്ളതാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാനോ വിനിയോഗിക്കാനോ സാധിക്കത്തില്ല. അപ്പോൾ ആ അടിമത്തത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ടും അങ്ങനെയാണ് ആകുന്നത്. എന്നാൽ പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രമാണ് അത് ഇയാൾക്ക് ലഭിക്കുന്നത്. ന്യായപ്രമാണം അനുസരിക്കുന്ന ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രമാണത്തിന് അടിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ആ അടിമത്തത്തിലാണ്. അതായത് അതിൻ്റെ ലീഗലായിട്ടുള്ള എക്സ്പെൻഷൻ. എന്നാൽ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം കാലസമ്പൂർണ്ണത വന്നപ്പോൾ എന്നുള്ളതാണ്. ആ സമ്പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാവർക്കും പുത്രത്വം പ്രാപിക്കാനായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ആ പുത്രത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രായപൂർത്തിയായ എല്ലാ അവകാശങ്ങളുള്ള, ആ പ്രിവിലേജസ് എല്ലാം ഉള്ളതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഉള്ള ആ പുത്രത്വം. അതിലേക്കാണ് ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ വരുന്നത്. ഇതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചാണ് അതിനെ ആ ഗലാത്യരുടെ സ്വന്തം അനുഭവത്തിൽ ഒന്നും കൂടെ അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പം അതൊരു എന്താ പറയുന്നത്, അതിനൊരു 2-fold ഫേസ് ഉണ്ട്. 2 വശങ്ങളുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുന്ന ഒരു വശം, നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞാണ്. 2 ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വശം. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പറയാണ്, ദൈവം അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞും ഇരിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ നമ്മുടെ ഒരു മാനുവൽ, മനുഷ്യൻ്റെ ഹ്യൂമൻ വേർഷൻ എന്ന് പറയുന്നത്. അല്ലേ? ശരിയല്ലേ?
നമുക്ക് ഇപ്പം ഗലാത്യരുടെ കാര്യം പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ 13-14 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവർ ഒത്തിരി ബഹുദൈവ വിശ്വാസികളായിരുന്നു. അപ്പോസ്തലന്മാരെ ഇന്ദ്രനെന്നും ബുധൻ എന്നൊക്കെ വിളിച്ച് പോലും ആരാധിക്കാൻ തുടങ്ങിയവരാണ്. അങ്ങനെയുള്ള ആ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഇവര് യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ലോകത്തിന്റെ ആദിപാഠങ്ങൾ, അതും ഇവിടെ പറയുന്നൊരു പ്രയോഗമാണ്. വീക്ക് ആൻഡ് മിസറബിൾ, ബലഹീനവും ദരിദ്രവുമായ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ്പ്പെട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നെല്ലാം സ്വാതന്ത്ര്യം പ്രാപിച്ച് ആരെ അറിഞ്ഞു? സർവം സൃഷ്ടിച്ചവനായ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനായ, ആ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവത്തെ അറിയുവാനിടയായിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ പെർസ്പെക്റ്റീവില് രക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നമ്മുടെയൊക്കെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മളൊക്കെ പറഞ്ഞാൽ ഇന്ദ്രനും ബുധനും ഒന്നും അല്ലെങ്കിലും എത്രയോ തരത്തിലുള്ള വിഗ്രഹാരാധികളായിരുന്നു. അതുപോലെ ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് വിചാരിച്ച് സങ്കല്പങ്ങളുടെ പുറകെ പോയിരുന്ന, അനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ അടിമത്തത്തിലായിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ദൈവത്തെ അറിയാനായിട്ട് പറ്റി. ഇതാണ് രക്ഷയുടെ മനുഷ്യന്റെ പക്ഷത്തു നിന്നുള്ള വീക്ഷണം എന്ന് പറയുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ ദൈവം നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതാണ് അടുത്ത ആ വാചകത്തിൽ ഞാൻ പറഞ്ഞത്. ദൈവം വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുപിടിക്കും. രക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നോക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ദൈവം നോക്കുന്നത് ഒരുപാട് ലോകത്തുള്ള സകല ആൾക്കാരെയും ദൈവത്തിന് അറിയാം, ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പക്ഷേ വിശേഷാൽ ചിലരെ അറിയുകയാണ്. എന്തൊരു വലിയ കാര്യമാണ് ആലോചിക്കുന്നത്. എങ്ങനെ അറിയുന്നത്? ആ വിശേഷാലുള്ള അറിവ് എങ്ങനെ അറിയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ, പുത്രത്വം പ്രാപിച്ചവരായിട്ട്, മക്കളായിട്ട്, പ്രിയ മക്കളായിട്ട് ദൈവം ചിലരെ അറിയുകയാണ്. ഗലാത്യയിലെ ഈ പ്രിയപ്പെട്ടവരെ അങ്ങനെ അറിയാനായിട്ട് ഇടയായിരുന്നു. അതാണ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം രക്ഷയെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ രക്ഷയെ നോക്കുന്നത്. നമ്മൾ നോക്കുന്നതും നിന്ന് അതീതമായിട്ട്, അല്ലെ അതിനെ വ്യത്യസ്തമായിട്ട് വിശേഷാൽ ചിലരെ കണ്ടെത്തുക, പുത്രത്വം പ്രാപിച്ചവരായിട്ട് ചിലരെ അറിയുക. ആ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രിവിലേജസ് ഉള്ള നിങ്ങൾ ഈ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക്, ലോകത്തിന്റെ പാഠങ്ങളിലേക്ക്, ന്യായപ്രമാണത്തിന്റെ പാഠങ്ങളിലേക്ക് ഇനിയും പോകരുത്. ഇനി അങ്ങനെ പോകുമോ? നിങ്ങൾ മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ആചരിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്കറിയാം, വളരെ വലിയ ഒരു അധ്വാനം അപ്പോസ്തലന്മാർക്ക് അവിടെ ഉണ്ടായി, അല്ലേ? അവർക്ക് ഉപദ്രവമുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. മാത്രമല്ല ചില നാളുകൾ അവർ താമസിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ അവർ കഷ്ടം അനുഭവിച്ചിട്ടാണ് ഈ ആൾക്കാരൊക്കെ കൃപയിലേക്ക് വരുവാനിടയായിത്തീർന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അധ്വാനം അത് വെറുതെയായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നതാണ്. കാരണം ഇപ്പൊ അവര് ആ കാര്യമെല്ലാം അങ്ങനത്തെ അടിമത്തത്തിലെല്ലാം രക്ഷപ്പെട്ട് വിശേഷാൽ ദൈവം അറിഞ്ഞവരായിട്ട്, ദൈവത്തെ അറിഞ്ഞവരായിട്ട് അവർ മാറി. എന്നിട്ട് ഇപ്പോഴും അവർ പറയുകയാണ്, ഞങ്ങൾ മാസങ്ങളൊക്കെ ഒന്ന് ആചരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ യുഡൈസേഴ്സിന്റെ, അതായത് യൂദായിസക്കാരുടെ താല്പര്യങ്ങളെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പോകാനായിട്ട് ഇവര് ശ്രമിക്കുവാണ്. ഇത് കേട്ടിട്ട് പൗലോസ്, ഇത് കണ്ടിട്ട് പൗലോസ് പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഞാൻ ഭയപ്പെടും. ഞാൻ പറഞ്ഞ പോലെ വെള്ളം കോരിയത് മുഴുവൻ വെറുതെ ആയോ, എൻ്റെ അധ്വാനം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് പൗലോസിന്റെ മനോഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്ര ശക്തമായ ഭാഷയിൽ താൻ അത് അവതരിപ്പിക്കുന്നത്. എന്തിനോടെങ്കിലും വിധേയപ്പെട്ട് ഇരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സഹജമായ സ്വഭാവമാണ് എന്ന് ഒരു ചിന്തകൻ പറഞ്ഞു. സത്യമാണ്. നമുക്ക് ആരുടെയെങ്കിലും ഒരു അടിമത്തം വേണം, ഇല്ലേ? ഞാൻ അങ്ങനെ പറയുമ്പം ഒരുപക്ഷെ നമ്മൾ ഞങ്ങളങ്ങ് അങ്ങനത്തെ അടിമത്തത്തിലൊന്നും പെടുന്നവരല്ല. ആലോചിച്ച് നോക്കി, എന്തിൻ്റെയെങ്കിലും ഒരു ആസക്തി, ഒരു അടിമത്തം മനുഷ്യൻ എപ്പോഴും ഉണ്ട്. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും വേണം. ആ ആസക്തി കളയരുത്. പക്ഷെ ഏതിനോടാണ് എന്നുള്ളത് തീരുമാനിക്കുക വേണ്ടത്. ഇവിടെ ആത്മീയമായ നിലയിൽ, അല്ല ഇതിനോടുള്ള പദ്ധതി പറഞ്ഞാൽ, ഒരു അടിമത്തം അവരുടെ ലോകത്തിൻ്റെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ, വിഗ്രഹാരാധനയുടെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ അടിമത്തം അവർക്കുണ്ടായിരുന്നെങ്കിൽ, ആ വിധേയത്വം അവർക്കുണ്ടായിരുന്നെങ്കിൽ, രക്ഷിക്കപ്പെട്ടപ്പോൾ അതിനെല്ലാം എന്ത് ചെയ്തു? പൊട്ടിച്ചെറിഞ്ഞു നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം തന്നിരിക്കുക. കർത്താവ് പുത്രനിലൂടെ ദൈവം കർത്താവ് നമുക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ എല്ലാ ആ ചട്ടങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. അതിനെല്ലാം കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി അതിനൊന്നും അടിമപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഐഡിയലായിട്ട്, ഫ്രീ ആയിട്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൻ്റെ അടിമയാണ്, കർത്താവിന് വിധേയപ്പെടുക. ഇതിൽ നിലനിൽക്കാനായിട്ട്, ഈ സ്വാതന്ത്ര്യം യഥാർത്ഥമായിട്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് കർത്താവിന് അടിമയാകുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ പാടിയത്, അവൻ അടിമ
അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല സ്വാതന്ത്ര്യം ഏതും. അപ്പം ആ നിലയിൽ ഒരു വിധേയത്വം ഉണ്ടാകുക, ഇതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൗലോസ് ഈ നിലയിൽ ഒരു വലിയ ഭയം അവിടെ പറഞ്ഞ് താൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 12 മുതലുള്ള വാക്യങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ പറയുന്ന വിഷയം അതിനിടയ്ക്ക് ഇതുവരെയുള്ള പൗലോസിന്റെ ലാംഗ്വേജ് ആണ്. ഞാൻ തുടക്കത്തോടെ പറഞ്ഞിട്ടുണ്ട്, കൊരിന്ത്യരോടോ അല്ലെ മറ്റ് ലേഖനങ്ങളിൽ ഒന്നും ഉപയോഗിക്കാത്ത ഏറ്റവും തീക്ഷ്ണമായ കടുത്ത അങ്ങേയറ്റത്തെ പിന്നെ എന്നാ പറയുന്നത് തർജ്ജനത്തിന്റെ ഭാഷയാണ് ഗലാത്യരോട് ഇതുവരെ സംസാരിച്ചല്ലേ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വളരെ രൂക്ഷമായിട്ട് അവരെ വിമർശിച്ചുകൊണ്ടാണ് എഴുതി. ഇവിടെ ഈ അവസാനം 11-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെള്ളം കോരിയതെല്ലാം വെറുതെ ആയല്ലോ എന്ന് പറഞ്ഞ് അത്രയും ശക്തമായിട്ട് പറഞ്ഞിട്ട് ഒരു ഷിഫ്റ്റ്, ഒരു ഡ്രിഫ്റ്റ് വരികയാണ്. താൻ ആ വന്ന ടോണെല്ലാം നിർത്തിയിട്ട് ഒരു നിമിഷം ഒന്ന് പേഴ്സണലായിട്ട് ഇമോഷണലായിട്ട് ഇവരോട് ഇടപെടുകയാണ്. നമുക്ക് 12-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ഒരു സെക്കൻഡ്, 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആരൊക്കെ പുതുതായിട്ടുണ്ടാവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ വായിച്ചു. അല്ല അത് വായിച്ചു. ആ റെഫറൻസ് ഒന്ന് ഞാൻ പറയുമായിരുന്നു. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂണ്ടെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയത്. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കുന്നതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്നായി. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോഴോ ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ഇതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാസേജാണ്, വളരെ വൈകാരികമായ ഒരു ഭാഗം. പൗലോസ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ യേശു ക്രിസ്തുവിന്റെ ദാസനായിട്ട് അപ്പോസ്തലനായിട്ട് ഈ ഗലാത്യരുടെ അടുക്കൽ അവരെ നേടുവാൻ തക്കോണം ദൈവം അയച്ച വ്യക്തി. താൻ അവിടെ ചെന്നു, അധ്വാനിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവിടെ ഒരുപാട് വിശ്വാസങ്ങളുണ്ടായി, പല സ്ഥലസഭകളുണ്ടായി. എന്നാൽ അവിടെ നിന്ന് താൻ പോന്ന ഉടനെ തന്നെ പിശാച് ഈ നുഴഞ്ഞുകയറ്റക്കാരെ, ലീഗലിസ്റ്റുകളെ, യൂദായിസക്കാരെ അവിടെ വിട്ടു. അവർക്കിടയിൽ പണിയെടുത്തു. ഈ പറയുന്ന പുതിയ വിശ്വാസികളെല്ലാം നല്ലൊരു പങ്ക് എന്തിൻ്റെ പുറകെ പോയി? ഈ ആൾക്കാരുടെ പുറകെ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട്, വേറൊരു സുവിശേഷം അംഗീകരിക്കുവാൻ തക്കവണ്ണം അവർ തെറ്റിപ്പോകാനിടയെത്തും. അപ്പോൾ പൗലോസ് ഇവരെ ശാസിച്ചതിനൊക്കെ ശേഷം വന്നതിൻ്റെ ആ മധ്യത്തിലായിട്ട് ഒരു നിമിഷം താൻ വികാരധീനനായിട്ട് പറയാണ്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെപ്പോലെ ആകയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു പേഴ്സണൽ പ്ലീ, ഒരു വ്യക്തിപരമായ അപേക്ഷ. ആ വാക്കിന്റെ ഇതായുള്ള അർത്ഥം എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളെ പോലെയാണ് ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നത്. പൗലോസ് ആരായിരുന്നു നേരത്തെ? ആരായിരുന്നു? യഹൂദൻ, പരീശൻ അല്ലെ യഹൂദൻ. പരീശൻ എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ യഹൂദ മതത്തിന്റെ ഏറ്റവും ഒരു തീവ്രവാദിയായിരുന്നു ആര്? പൗലോസ്. ഇപ്പൊ പൗലോസ് ആരെ പോലെയാ? യഹൂദ മതത്തിൻ്റെതായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വിജാതീയനെ പോലെയാണ് തൻ്റെ ജീവിതം. ആത്മീയ ജീവിതം അല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്ത ജീവിതം. കാരണം മാസങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആചരിക്കുന്നില്ല. ഭക്ഷണക്കാര്യത്തിൽ പറയുന്ന പോലത്തെ നിഷ്ഠയില്ല. പിന്നെ എല്ലാവരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു. ദൈവം ശുദ്ധീകരിച്ച ആയിട്ട് ഉള്ളതിനെ ഒന്നും അശുദ്ധമെന്ന് വിചാരിക്കാതെ ആ കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെതായി പാലിച്ചു പോന്നിരുന്ന അല്ലെ മതത്തിൻ്റെതായ നിഷ്ഠകളെല്ലാം മാറ്റിമറിച്ച് ശരിക്കും ഒരു ജാതീയനെ പോലെയാണ് ഇപ്പൊ ആര് ജീവിക്കുന്നത്? പൗലോസ് ജീവിക്കുന്നത്. അത് പറയാണ്, നിങ്ങൾ എന്നെ പോലെ ആകും, ഞാൻ നിങ്ങളെ പോലെ ആയിത്തീർന്നു, നിങ്ങൾ എന്നെ പോലെ ആയിത്തീരുക. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കണം, നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവരുടെ പഴയ കാലത്തെ ചില ഓർമ്മകൾ കൊണ്ടുവരികയാണ്. എന്താ പറയാ, പിന്നെ അന്ന് ഇവരാദ്യമായി പൗലോസിനെ കണ്ടപ്പോൾ നിന്നയോ വെറുപ്പോ കൂടാതെ, ആ പ്രയോഗം ഒരു ഇതാണ്, നിങ്ങൾ എന്നോട് ഒരു അന്യായം ചെയ്തിട്ടില്ല, ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
എൻ്റെ ശരീര സംബന്ധമായ നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്രേ ചെയ്തു. അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പൗലോസ് അപ്പോസ്തലൻ്റെ അന്നത്തെ ശുശ്രൂഷ വളരെ ബലഹീനതയിലായിരുന്നു. തനിക്ക് നല്ല ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ചില സൂചനകളൊക്കെ ഉണ്ട്. ഞാൻ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പം അത് കണ്ണിൻ്റെതാണ് എന്ന് ഒരുപാട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നൊക്കെ ഉണ്ട്. അതെന്തും ആയിക്കോട്ടെ, ഏതായാലും തന്നെ ശുശ്രൂഷിക്കുന്നത് ഒരു വലിയ പണിയാണ്. ആ കാര്യം ഉറപ്പാണ്. മനസ്സിലായോ? ഈ ദൈവദാസനെ ശുശ്രൂഷിക്കുന്നത് ഒരു നല്ലൊരു ടാസ്ക്കായിരുന്നു. അതിന് കാര്യമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിലൊരു പക്ഷേ അറപ്പിൻ്റെതോ വെറുപ്പിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇതൊന്നും കാണിക്കാതെ ഈ സഹോദരങ്ങൾ എന്ത് ചെയ്തു? ഒരു ദൈവദൂതനെ പോലെ. പിന്നെ ഒരു പ്രയോഗമുണ്ട്, ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക എത്ര ചെയ്തു. നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ പോലും എന്തോ ഒരു ആശയം അതിനകത്തുണ്ട്, അല്ലേ? കൈ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹൃദയങ്ങൾ തമ്മിൽ ഒരുപോലെ ആണല്ലേ കൊടുത്തിട്ട് കാര്യമുണ്ട്. നമ്മൾ കാണുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? കൈ പിടിച്ച് കുലുക്കുന്നുണ്ട്. അകത്ത് മോണ കൊണ്ട് കിറുമിക്കൊണ്ടിരിക്കുക, അല്ലെ? അകത്ത് അകമ്പല്ലും കൊണ്ട് ഇയാളോട് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചോണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈ കൊടുക്കുന്നത്. മനസ്സിലായോ? അതൊന്നും അതിൻ്റെ ആത്മാർത്ഥത ഇല്ലായ്മ ഒന്നും ഒക്കെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. നമ്മൾ വളരെയധികം ഭയപ്പെടണം. അപ്പൊ ഇവിടെ ഒരാളെ കൈക്കൊള്ളുക, നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ താങ്കളെ കൈക്കൊള്ളുന്നു, എൻ്റെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയം ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ കൈതരിക എന്നാണ് പിന്നെ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇവര് പൗലോസിനെ കൈക്കൊണ്ടത് എങ്ങനെയാണ്? ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ. നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നത്, ഒരാളെ ബഹുമാനിക്കുന്നത്, അതൊക്കെ നമുക്ക് യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളെക്കാൾ പ്രായമുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ അല്ലെ അവരെ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കാൾ പൊസിഷനലി കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരാൾ, സാമൂഹികമായ കാര്യം ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ സ്വീകരിക്കുന്നതിനൊക്കെ നമുക്ക് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതായ ചില മര്യാദകളുണ്ട്. പക്ഷെ ഇതൊന്നും ഹൃദയത്തിലെ വിചാരമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അങ്ങനെ അല്ലാതെയും നല്ല പെരുമാറ്റം കാണിച്ച് ആളെ മുഷിപ്പിക്കാതെ, അവരൊട്ട് തിരിച്ചറിയത്തില്ല. അവർ പറയും, അദ്ദേഹം എന്നാ നല്ലൊരു പെരുമാറ്റം, ആ വീട്ടിൽ ചെന്നപ്പോൾ എന്തൊരു സ്വീകരണമായിരുന്നു. പക്ഷെ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഒരാളെ എങ്ങനെ കൈക്കൊള്ളുന്നു എന്നുള്ളത് നമ്മുടെ മനോഭാവം ആണ് ദൈവം നോക്കുന്നത്. അതിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള, അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള പല പരിമിതികളുണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ മനസ്സെങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് ദൈവം അതിന് മാർക്കുന്നത്. ഇവിടെ ഈ ഗലാത്യര് അപ്പോസ്തലനായ പൗലോസിനെ അവരുടെ 1-ാം നാളിൽ ആദ്യ സമയത്ത് അവർ കൈക്കൊണ്ടത് യേശു ക്രിസ്തുവിനെ പോലെ, ഒരു ദൈവദൂതനെ പോലെയാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഒരു വാക്യം. നമുക്ക് പെട്ടെന്നൊന്നും എടുത്ത് വായിക്കാതെ, റെഫറൻസ് അറിയാവുന്നവര്. പത്തിന്റെ 40. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവനും പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇത് ആര് പറഞ്ഞാണെന്നറിയോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ മുമ്പിലായിരുന്നു പറഞ്ഞാണ്. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നമ്മൾ ആത്മാർത്ഥതയോടെ, ഹൃദയപരമാർത്ഥതയോടെ ഒരു വ്യക്തിയെ, ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ഒരു ദൈവവൈദ്യനെ കൈക്കൊള്ളുന്നുവെങ്കിൽ കർത്താവ് അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? കർത്താവിനെ കൈക്കൊണ്ടതുപോലെ. മനസ്സിലായോ? അവർക്കൊരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? കർത്താവിനത് ചെയ്തതുപോലെ. നമ്മുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥത തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവര് ആ നിലയിൽ ചെയ്യാനായിട്ട് ഇടയായിട്ട് പൗലോസ് ആ കാര്യം ഓർക്കാണ്. ഈ പഴയ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചരിത്രം ചിലത് ഓർപ്പിക്കുന്നത് നല്ലതാണ്. ആ ബന്ധവും ആ ആത്മാർത്ഥതയും നമ്മൾ ഇടയ്ക്കൊക്കെ കൂടുമ്പോൾ പണ്ടത്തെ ചില അനുഭവങ്ങളൊക്കെ പലരും ഷെയർ ചെയ്യാറില്ലേ? നല്ലതാണ്. എന്താണെന്നറിയോ?
ഒന്ന് നമ്മുടെ ഈ ഓർമ്മകളൊന്ന് പൊടി തട്ടിയെടുത്താൽ ഒരുപക്ഷെ ചിലപ്പോൾ കാര്യമായ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഏതായാലും അപ്പോസ്തലൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ നല്ല ഇവരെ എന്താ പറയുക നല്ല പഴിപ്പിച്ച് നിർത്തിയിട്ട് ഒന്ന് തണുപ്പിക്കുക. ഈ പഴയ ചില കാര്യങ്ങൾ, അന്നത്തെ ആ ദിവസങ്ങളൊന്ന് ഓർത്തു നോക്കി. നിങ്ങൾ എന്നെ എങ്ങനെയാണ് കൈക്കൊണ്ടത്, എന്നെ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? ഒരു ദൈവദൂതനെ പോലെ അല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പൗലോസിന്റെ ശരീര സംബന്ധിയായിട്ട് അവർക്ക് നല്ല പരീക്ഷണം ഉണ്ടായിരുന്നു. അത് രണ്ട് രീതിയിലാണ്. പൗലോസിനും പരീക്ഷ ഉണ്ടായിരുന്നു, ഈ ശുശ്രൂഷിക്കുന്നവർക്കും പരീക്ഷ ഉണ്ടായിരുന്നു. എന്തുമായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഈ നിലയിൽ അവര് ശുശ്രൂഷിച്ചു എന്നുള്ളത് താൻ അവരെ ശ്ലാഘിച്ച് പറയുകയാണ്. മാത്രമല്ല ഒരു പടി കൂടെ കടന്നു പറയാണ്, എൻ്റെ ശരീര സംബന്ധമായ നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ വെറുപ്പോ നിന്നയോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയൊക്കെ ചെയ്തു. തീർന്നില്ല, നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് കണ്ണ് എടുത്ത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് അവർ പൗലോസിന് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു, മരിക്കണമെങ്കിൽ മരിക്കുമായിരുന്നു. മനസ്സിലായോ? അവരുടെ ഏറ്റവും നമുക്കറിയാം, ഒരാളുടെ കണ്ണെന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതാണ് അല്ലേ, ഏറ്റവും വലിയ ഒരു സ്വത്താണ് തൻ്റെ വ്യക്തിപരമായി. അതെടുത്ത് കൊടുക്കാനായിട്ട് ഇവർ തയ്യാറായിരുന്നു. അത്രയ്ക്ക് ഹൃദ്യമായ ആർദ്രമായ ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു പൗലോസിനോട് അവർക്കുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെ പൗലോസിന് വേണ്ടി ബലി കഴിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു. പൗലോസിന്റെ രോഗം ഒരുപക്ഷെ കണ്ണിനായിരുന്നിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ ഒരു തെളിവല്ല, ഒരു സൂചന ഇതാണ്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലും ഞാൻ ഇത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയുന്നത്. അപ്പം കണ്ണിനായിരുന്നിരിക്കാം കുഴപ്പം എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ. മാത്രമല്ല ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്തായാലും ഇവര് ഏത് എക്സ്ട്രീം വരെ വേണമെങ്കിലും പൗലോസിന് വേണ്ടി പോകാനായിട്ട് അവരുടെ മോസ്റ്റ് പ്രഷ്യസ് പൊസഷൻ, അവരുടെ ഏറ്റവും വിലയേറിയ സമ്പാദ്യം അത് പൗലോസിന് വെച്ചു കൊടുക്കാനായിട്ട്, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിന്, അദ്ദേഹത്തിന് വേണ്ടി അത് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു. എന്നാൽ സംഭവിച്ചത് എന്താണ്? അങ്ങനെ ഇരിക്കെ, ഇത് ഞാൻ സാക്ഷിയാണ്, ഞാൻ അനുഭവിച്ച കാര്യമാണ്. 16-ാം വാക്യം പറയണം, അങ്ങനെ ഇരിക്കെ നിങ്ങളോട് ഇപ്പൊ സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയി. ആലോചിച്ച് നോക്കി. അതായത് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവൻ കൊടുത്ത് പൗലോസിന് വേണ്ടി നിൽക്കാൻ തയ്യാറായിരുന്ന അവര് ഇപ്പൊ പൗലോസ് അവർക്ക് ശത്രുവാണ്. ഒറ്റ കാര്യമുള്ളൂ, അന്നും ഇന്നും പൗലോസ് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കി. പൗലോസ് ഇപ്പോഴും സുവിശേഷ സന്ദേശത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് അതേ സന്ദേശമാണ് അവരോട് പറയുന്നത്. ഇപ്പോഴും അവര് തെറ്റിപ്പോയ അവരുടെ സ്ഥാനത്ത് നിന്ന് യഥാസ്ഥാനപ്പെടണം, അവർ പഴയതിലേക്ക് അല്ലെങ്കിൽ അവർ അറിഞ്ഞ ആ നിലനിൽക്കേണ്ട സത്യത്തിലേക്ക് മടങ്ങി വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ കഴിയാതെ ശത്രുവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ കുറച്ചു കാലം മുമ്പ് പലരോടും നല്ല സ്നേഹത്തിലായിരുന്നു, അല്ലെ പല വ്യക്തികളോട് നല്ല ബന്ധത്തിലായിരുന്നു. അതിങ്ങനെ പൊക്കോണ്ടിരുന്നു. പക്ഷെ ഇപ്പം അത് അത്രയും പറ്റുന്നില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഊഷ്മളതയില്ല. അവർക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അവർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന തന്നെയാണ് ഇപ്പോഴും പറയുന്നതെങ്കിൽ വളരെ ലളിതമായ ഒരർത്ഥമേ അതിനുള്ളൂ. നമുക്കെന്തോ പ്രശ്നമുണ്ട്, നമുക്കെന്തോ കുഴപ്പമുണ്ട്. ഇതാണല്ലാതെ അതിനകത്ത് വലിയ എന്താ പറയുന്നത്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെ ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അന്നും ഇന്നും ഒന്ന് തന്നെയാണ് പറയുന്നത്, യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് അത് അംഗീകരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇവിടെ പൗലോസ് ഇവർക്ക് ശത്രുവായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. അത് ഗുരുതരമായ വിഷയമാണ്. അത് അപകടകരമായ ഒരു നിലയാണ്. ഇതാണ് താൻ പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്നു. ആര് പറഞ്ഞു? പൗലോസ് പറഞ്ഞു. തൊട്ടു മുന്നേ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഈ അപകടകരമായ നില, അതായത് ഇപ്പോൾ പൗലോസ് അവരുടെ ശത്രുവായെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അപകടകരമായ നിലയാണ്. ഇനി താൻ വീണ്ടും ചില കാര്യങ്ങൾ പറയാണ്. അതായത് തൻ്റെ അവരോടുള്ള നിലപാട് എന്താണ്, അതിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തു. ഇവിടെ അടുത്ത വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്. വായിച്ചു
നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ അത്രയും ചെയ്യും. ഈ ദുരുപദേഷ്ടകന്മാർക്ക് ഇംപ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്തതായിട്ടുള്ള മോട്ടീവ്സ് ഉണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ തന്നെ കുഴപ്പമാണ്. മനസ്സിലായി? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്കൊരു ഗ്രൂപ്പ് വേണം, കുറേ അനുകാരികൾ വേണം, അല്ലെങ്കിൽ ആജ്ഞാനുവർത്തികൾ വേണം. ഏത് പിന്നെ ഈ ദുരുപദേഷ്ടകന്മാരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൾട്ട് ഗ്രൂപ്പുകൾ ആലോചിച്ച് നോക്കുള്ളൂ. അവര് ഒരു പ്രത്യേക ഒരു കോക്കസ് ഉണ്ടാക്കും ആദ്യം. അങ്ങനെയാണ് ഇതിനെ ശരിക്കും വലിയ വളവും വിത്തും ഒക്കെ നൽകി അവർ പരിപാലിക്കുന്നത്. ആദ്യം ഒരു കോക്കസ് ഉണ്ടാക്കും, അവരുടേതായ ഒരു ഉപജാപക സംഘം. എന്നിട്ട് അത് അകത്ത് വരുന്ന ആളെ പുറത്തു വിടാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ഇവരെന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നറിയോ ഈ നുഴഞ്ഞുകയറ്റക്കാർ, അതായത് ഈ യൂദായിസക്കാർ. അവർ ചെയ്യുന്നത് പൗലോസുമായിട്ടുള്ള ഇവരുടെ ആ സഹവാസത്തിന് വിലങ്ങേറികൾ ഉണ്ടാക്കുക. ഓരോരോ കാര്യം പറയും. പൗലോസ് കൊള്ളരുതാത്തവനാണ്, പൗലോസിന് ശരിയായിട്ടുള്ള അപ്പോസ്തലത്വം ഇല്ല, പൗലോസ് പറഞ്ഞതൊന്നും ദൈവത്തിന്റെ പ്രത്യക്ഷതയോ ഒന്നുമല്ല, യേശുക്രിസ്തു എന്താ പറയാ, യേശുക്രിസ്തു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പറയുന്നതിനാ. ഇവരും പൗലോസ് തമ്മിൽ ഇടയ്ക്ക് ഒരു വലിയ മതിലുണ്ടാക്കുക, അവര് കോണ്ടാക്ട് ഉണ്ടാവരുത്. പൗലോസ് ഇവരൊരു കാരണവശാലും പൗലോസിലേക്ക് ആകർഷിക്കപ്പെടരുത്. മനസ്സിലായോ? അപ്പൊ കർത്താവിനും നമുക്കും ഇടയിൽ ഇങ്ങനെയുള്ള വലിയ വേലിക്കെട്ടുകൾ, മതിൽക്കെട്ടുകൾ, അങ്ങനത്തെ തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. നമ്മൾ അവന്റെ തന്ത്രത്തെ അറിഞ്ഞിട്ടില്ലാത്തവരല്ലല്ലോ എന്നുള്ള വാക്ക് നമുക്ക് ഓർക്കേണ്ടതായിരുന്നു. നമ്മുടെ ഇടയിൽ കർത്താവ് നമ്മളുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം, പിന്നെ ചേർന്നിരിക്കുന്ന അവസ്ഥ, അതിന് വിള്ളലുണ്ടാക്കുക. അതിൽ വിജയിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ വിള്ളൽ വലുതാവും. ഈ ആശയപരമായ ചെറിയ വ്യത്യാസം കുറച്ച് കഴിയുമ്പോഴത്തേനും വലിയ വ്യത്യാസമായിട്ട് മാറും. പിന്നെ കണ്ടാൽ മിണ്ടുകലാത്ത പോലെ ആകും, പിന്നെ മുഖം കൊടുക്കാത്ത പോലെ ആകും. ദീർഘമായ പിന്നെ ഐസൊലേഷനിലേക്ക്, ഒറ്റപ്പെടലിലേക്ക്, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക്, ഇങ്ങനെ പിന്മാറ്റത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകാനിടയായിട്ട് ഇവരുടെ പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, ഒരു ഗൂഢലക്ഷ്യമാണ്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് പൗലോസും ഈ ഗലാത്യയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ സാധാരണക്കാരായ വിശ്വാസികളും തമ്മിൽ അടുത്ത് വരരുത്, പൗലോസിനോട് അവർ അട്രാക്റ്റഡ് ആകരുത്. അതിനുള്ള ഒരു തട അവരിട്ടുകൊണ്ടേയിരിക്കും. ഈ പക്ഷം പിടിക്കുന്ന ചിലരെ ആണ് ശരിക്കും അവർക്ക് ആവശ്യം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് അവിടെ വളർത്താനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഈ അപ്പോസ്തലന്റെ ഉദ്ദേശം എന്നാ? അപ്പോസ്തലന് അന്നും ഇന്നും എന്നും ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഗലാത്യരുടെ ആത്മീക വർദ്ധന. ശരിയായ ദൈവമക്കളുടെ അല്ല ദൈവദാസന്റെ ഒരു ശുശ്രൂഷകന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് പ്രതികൂലം ഉണ്ടായാലും, അല്ലെ എന്ത് വിഷയം ഉണ്ടായാലും ദൈവമക്കളുടെ ആത്മീക അഭിവൃദ്ധി, ആത്മീക വർധന മാത്രമായിരിക്കും അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് ഒരു കാര്യം പറയണം, നിങ്ങൾ എരിവുള്ളവരാകണം. ആ വാക്യം വായിച്ചായിരുന്നോ? 18-ാം വാക്യം. ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബി സെലസ് എന്നാണ്. നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുക. ഈ എരിവെന്ന് പറയുന്നത് തന്നെ ഒരു ഇച്ചിരി എരിവുള്ള സംഗതിയാണ്. ആൾക്കാരെ എരിപൊരി ആൾക്കാരാ. നമുക്കറിയാം, കർത്താവിന് തന്നെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, അയാളുടെ പേരെന്നാ? എരിവുകാരനായ ശിമോൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സാധാരണ മലയാളത്തിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്താണ്? തീവ്രവാദി അല്ലെ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയാം. ഭയങ്കര നക്സൽ ആ മോഡലിലുള്ള ഒരാൾ. അപ്പൊ ഇവര് ഭയങ്കര എരിവുകാരാണ്. അപ്പൊ പൗലോസ് പറയാണ്, നിങ്ങൾ എരിവുകാരാകണം, എരിവുള്ളവരാകണം. പക്ഷെ ഏത് വിഷയം സംബന്ധിച്ചാണ് എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ എരിവ് അല്ലെ നമ്മുടെ ഈ ജലസ് അല്ലെ ഈ തീഷ്ണത, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മലയാളം, തീഷ്ണത എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് എരിവുണ്ട്, പക്ഷേ എരിവുള്ളത് ഏത് വിഷയത്തിലാണ്? പിന്നെ സ്വർണ്ണപ്പാളി കട്ടത് ആരാ? ആ വിഷയത്തിൽ നമുക്ക് എന്തുണ്ട്? ഭയങ്കരമായ എരിവുണ്ട്, കുറച്ച് പുളിയും കൂടെ. എന്തിനായിരിക്കും എന്നൊക്കെ ചോദിക്കും. ഒരു വിഷയം പറയട്ടെ, അതറിയാം. അഭിപ്രായങ്ങൾ അതുപോലെ ഞാൻ പറയട്ടെ, ഓരോ കാര്യത്തിലും വേറെ പറയാൻ കൊള്ളത്തില്ലാത്ത കുറെ അഭിപ്രായങ്ങളുണ്ട്. അതിനൊക്കെ അഭിപ്രായം പറയാനായിട്ട് എന്തോ ഒരു എരിവാണെന്നറിയാമോ? എന്നാൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന, അതായത് നമ്മളുടെ ആത്മീക നില അളക്കപ്പെടുന്ന അല്ലെ അതിനെ പരിശോധിക്കപ്പെടുന്ന ഒരു സംഗതിയുമായിട്ട്, ആത്മീക വളർച്ച എവിടെ എന്നുള്ള ഒരു വിഷയമായിട്ട് വരട്ടെ, ഈ എരിവൊന്നും പലപ്പോഴും കാണാറില്ല. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പിന്നെ കോമൺ സെൻസ്, പരിജ്ഞാനം എന്ന് പറയുന്നത് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. ഏത് നിലയിൽ ഉപയോഗിക്കണം? ഇവിടെ പൗലോസ് പറയണേ, എപ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നല്ലത്. ഈ നല്ല കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള, ആത്മീക വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ
നമ്മൾ എരിവ് കാണിക്കാനായിട്ട് ഇടയാക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇതിനൊരു മറുവശമുണ്ട്. പിശാചിന് ഈ എരിവ് ഇഷ്ടമല്ല. പിശാച് അപ്പോൾ തന്നെ ആ എരിവിനെ തണുപ്പിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവിടെയാണ് പിശാച് ഈ കാര്യത്തിന് അല്ലാതെയുള്ള വിഷയങ്ങളിൽ എരിവ് നമുക്ക് കൂട്ടി തരുന്നത്. അതിനുള്ള സബ്ജക്ട്സ് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള ഓരോ മുഖാന്തരങ്ങളിന് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. നല്ല കാര്യത്തിൽ എരിവ് കാണിക്കാം. റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. റോമർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. നമ്മുടെ എരിവെന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് കാണിക്കുന്നത്? ഈ നല്ല കാര്യം എന്ന് പറയുന്നത് ഒറ്റ ഒരു സംഗതി ഉള്ളൂ, ഒറ്റ ഒരു കാര്യമുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തിലായിരിക്കണം? കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിലായിരിക്കണം. ഇതാണ് നമ്മൾ എരിവ് കാണിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എരിവ് കാണിക്കും, ഇതിൻ്റെ ഏരിയ മാറിപ്പോവും. അല്ലെ, എവിടെയാണോ കാണിക്കേണ്ടത് അവിടെ നിന്ന് മാറിപ്പോയി വേറെ വിഷയത്തിലായി പോകും. ഫലമോ നേരെ വിപരീതം. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി. മാത്രമല്ല ഇതിൻ്റെ ഫലങ്ങളും വളരെയധികം ദോഷമാണ്. ഈ എരിവെന്ന് പറയുന്നത് ശരിയായ നിലയിൽ കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പൗലോസ് വളരെ ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസ് എരിവുള്ളവരുമായിരുന്നു, അല്ലേ? എരിവുള്ളവനായിരുന്നു. വാളെടുത്തോളാൻ പറഞ്ഞു. പൗലോസ് എന്ത് ചെയ്തു? വാളെടുത്തു വെട്ടാൻ കർത്താവ് പറഞ്ഞു. വെട്ടി. അതാണ് കുഴപ്പം. എരിവ് കാണിച്ചത് എവിടെയാണ്? സമയം, അതായത് എന്താ പറയുന്നത്, ഒട്ടും അനുയോജ്യമല്ലാത്ത രംഗത്ത് അത് പ്രയോഗിക്കാനായിരുന്നു. മഹാപുരോഹിതന്റെ ദാസന്റെ കാതാണ് അപ്പൊ നമ്മള് വാള് ഉണ്ട്, അത് എടുക്കാൻ പറഞ്ഞാല് വെട്ടേണ്ട കാര്യമില്ല, എടുത്താൽ മതി. മനസ്സിലായോ? ഇവിടെ എരിവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ കാണിക്കുന്നത് നന്ന്. എന്നിട്ട് അടുത്ത വാക്യം 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലേഖനത്തിന് തന്നെ സന്ദേശം സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാക്യമാണ് 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. നമുക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് ലേഖനം എഴുതുന്ന ആരാണ്? യോഹന്നാൻ അപ്പോസ്തലൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് നമ്മൾ വിളിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒന്നും ഇങ്ങനത്തെ ഒരു പ്രയോഗം കാണാനേ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നതോളം പൗലോസിന്റെ ലേഖനത്തിൽ ആകെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഗലാത്യ ലേഖനത്തിലാണ്. ഈ തുടക്കം മുതലേ ഇവരെ ഇങ്ങനെ എന്താ പറയുക, 100 കിലോമീറ്റർ സ്പീഡിൽ എന്താ പറയുക, വളരെയധികം നിശിതമായി വിമർശിച്ച് ആ ഒരു മോഡിൽ പൊക്കോണ്ടിരുന്നോണ്ടാണെന്ന് തോന്നുന്നു ഈ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനെ കൊണ്ട് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ ഉപയോഗിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തു ആകട്ടെ, ഇവിടെ പറയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് സംബോധന ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകണം? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. നമുക്കറിയാം, പൗലോസ് അവരുടെ രക്ഷ സംബന്ധിച്ച് ഒരിക്കൽ പ്രസവവേദന അനുഭവിച്ചതാണ്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ ഒരു സ്ത്രീയുടെ ഒരു പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയോട് കമ്പയർ ചെയ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ശരിക്കും ആത്മീയ മക്കളെ പ്രസവിക്കുന്ന ആ ശുശ്രൂഷയാണ്. അതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. എന്നാൽ അത് അറിയിക്കുന്ന സമയത്ത് ഈ വേദനയോടെ, ഈ ആത്മഭാരത്തോടെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നും അനേക അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരല്ല ദൈവമക്കൾ, അവർ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഇതേ ആത്മഭാരത്തോടെയാണ്. ഇതേ വേദന അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഒരാത്മീക പൈതൽ ഉണ്ടാകുവാനായിട്ട്, മകനോ മകളോ അത് ലഭിക്കാനായിട്ട് ആ വേദനയോടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് വേണ്ടി ഒരിക്കൽ ആര് വേദന അനുഭവിച്ചു? അപ്പോസ്തലനായ പൗലോസ്. അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. തീർന്നില്ല, ഇപ്പോഴും ആര് വേദനിച്ചുകൊണ്ടിരിക്കുക? പൗലോസ് അപ്പോസ്തലൻ വേദനിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ആഗ്രഹം? എന്തിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ വേദന? രക്ഷിക്കപ്പെടാനാണോ? അതൊരിക്കൽ നടന്നു. പിന്നെ ഇപ്പോഴത്തെ വേദന എന്തിനാണ്? എന്നാലും ഒന്നുകൂടെ പറഞ്ഞ ആ വാക്യത്തിലൂടെ നോക്കിക്കേ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, അൺടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പിന്നെയും വേദനപ്പെടുകയാണ്.
ഞാൻ ഒരിക്കൽ പ്രസവ വേദന അനുഭവിച്ചു, തീർന്നില്ല. എൻ്റെ വേദന അവിടെ കൊണ്ട് തീരുന്നില്ല, ഞാൻ പിന്നെയും വേദനപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതായത് യഥാർത്ഥത്തിൽ ഒരു ദൈവഭൃത്യന്റെ, ഒരു ശുശ്രൂഷകന്റെ വേദന എന്ന് പറയുന്നത്, ആത്മീയ മക്കളെ പ്രസവിക്കുന്ന ആ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന, സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുടെ വേദന എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു അതോടെ പ്രസവ വേദന അവസാനിച്ചു എന്ന് പറയത്തില്ല, പുതിയ വേദന വരിക. എന്താണെന്ന് അറിയാമോ? ഇവരിൽ ക്രിസ്തു ഉരുവാകണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ആ ലളിതമായ ഭാഷയിലേക്ക് പറഞ്ഞാൽ ഇവരുടെ വിശുദ്ധീകരണം, ഇവരുടെ നീതീകരണം, ഇവരുടെ സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധീകരണമാണ് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. അതുപോരാ, അതിൻ്റെ അടുത്ത പടിയായ അവരുടെ നീതീകരണമാണ് സംഭവിച്ചത്. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വേദന സഹിക്കാനായിട്ട് തയ്യാറാണ്. നേതൃസ്ഥാനത്തുള്ളവരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു ഭാരം എന്ന് പറയുന്നത് ഈ വേദനയാണ്. അവര് പിന്നെ വേദനപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടവരാകണം. ഒരിക്കലൊരു ആത്മീയ ശിശു ഉണ്ടായി എന്ന് വെച്ചിട്ട് ഇനി ആരെങ്ങനെയും വളർന്നോളും. പണ്ടൊക്കെ ഇവിടുത്തെ പ്രമാണം അനുസരിച്ചാണ് വാ കീറിയ ദൈവം ഇരയും കൊടുത്തോളൂ, അല്ലെ വഴിയും ഭക്ഷണവും കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഇവര് ആത്മീയമായി വളരുവാൻ, അവരുടെ ഓരോ ആത്മീയ വളർച്ചയുടെ ഫേസസ് ജീവിതത്തിൽ അക്വയർ ചെയ്യാനായിട്ടൊക്കെ ഇവർ വീണ്ടും വേദനപ്പെട്ടുകൊണ്ടേയിരിക്കണം. കൈപിടിച്ച് നടത്തേണ്ടപ്പോൾ അത് ചെയ്യണം, തോളിലെടുക്കേണ്ട സാഹചര്യം വന്നാൽ അത് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ പറയുന്ന പുതിയ ആത്മീയ ശിശുവിൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. അവരുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ നടക്കുകയാണ്. ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത് പടിപടിയായിട്ട് നിറവേറപ്പെടുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ഈ പ്രയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ് ദൈവജനത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, ഏറ്റവും വലിയ കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്ത് കാര്യത്തിനും നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. ദൈവം നമ്മളെ എന്തിനാണ് രക്ഷിച്ചത്? ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ദൈവം നമ്മളെ എന്തിനാണ് രക്ഷിച്ചത്? നമ്മളെന്തിനാ രക്ഷിക്കപ്പെട്ടത്? ആ ചോദ്യത്തിന് നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നരകശിക്ഷ ഒഴിവാക്കാനായിട്ട്, ഇതൊക്കെ നമുക്ക് പറയാം. ദൈവം എന്തിനാണ് നമ്മളെ രക്ഷിച്ചത്? അത് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഉത്തരങ്ങൾ പോരട്ടെ. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആകുക. ആണ്ട് അവിടെ കുറേ നെബിസാറെ വേറെ ആണ്ട് പറഞ്ഞത് ഞങ്ങളെ വിജയൻ സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ശരിയാണ്. എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, രക്ഷിച്ചത്? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ക്രിസ്തുവിനെ പോലെ ആക്കുക. മനസ്സിലായോ? ഒറ്റ ഉത്തരം, ക്രിസ്തുവിനെ പോലെ, കർത്താവിനെ പോലെ ആക്കുക. തൻ്റെ പ്രിയ പുത്രനെ പോലെ ഉള്ള കുറേ മക്കളെ ആക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് തന്ന് അങ്ങനെ നമുക്ക് നിത്യജീവൻ ലഭിക്കുക. അത് മാത്രമല്ല, തൻ്റെ പുത്രനോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവ് പിതാവ് രക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 15 വരെ. അത് നമ്മൾ സ്ഥിരമായി ഓർക്കാറുള്ള വാക്യമാണ്. നാലാം അധ്യായം 11 തൊട്ട് 15 വരെ. ശ്രദ്ധിക്കണേ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകും. ഇനി 14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് കുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും.
എന്തിനാ നമ്മളെ ഇവിടെ രക്ഷിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത്? ചുമ്മാ ഒരു പണിയില്ലായിരുന്നപ്പം ഒരു രസത്തിന് നമ്മളെ അങ്ങ് രക്ഷിച്ചു അല്ല. തൻ്റെ പ്രിയപുത്രനെ, തൻ്റെ സർവസ്വമായവനെ, എത്രയോ വലിയ വിലയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നൽകിയത്. അപ്പൊ ചുമ്മാ അങ്ങനെ ഇതിനു വേണ്ടി ഒരു ഉദ്ദേശമില്ലാതെ രക്ഷിക്കുമോ? ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് എന്താണ് അതിനു വേണ്ടി നമുക്കുള്ള പ്രൊവിഷൻസ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയണം, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇനി നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ്. ഈ വാക്കിന്റെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്നുള്ളതിന്റെ കറക്റ്റായിട്ടുള്ള വിശേഷണമാണ് ഞാനീ പറഞ്ഞത്. എന്താണ്? ക്രിസ്തു എന്ന തലയോളം വളരുക. ഞാൻ സൺഡേ സ്കൂളിലായിരുന്നപ്പോൾ പഠിച്ചൊരു പാട്ടുണ്ട്. അതിന്റെ ഫുൾ എനിക്ക് അറിയത്തില്ല, ആദ്യത്തെ 4 വരി അറിയത്തുള്ളൂ. യേശുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം, നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാം യേശുവിനെ പോലെയാകണം. പഴയ ഒരു പാട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം, കർത്താവിനെ പോലെ ആകണം, എനിക്ക് യേശുവിനെ പോലെ ആകണം. നമ്മുടെ പിതാവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഇതാണ്, കർത്താവിനെ പോലെ ആകുക. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉരുവായി, ആ ഉരുവായ കർത്താവ് അവൻ വളരുവാനായിട്ട് ഇടയായിത്തീരണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുവാനായിട്ട് ഇടയായിത്തീരണം. ഈ ഗലാത്യ ലേഖനത്തിൽ തന്നെ നമ്മൾ തൊട്ട് പുറകിലുള്ള അധ്യായത്തിൽ വളരെ ദീർഘമായിട്ട് ആ വിഷയം സംസാരിച്ചാണ്. പെട്ടെന്ന് ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം എന്താണത്? 19-ാം വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്തരങ്ങളെയുള്ള വിശ്വാസത്താൽ അത്രേ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോ ഈ ലിനോ എന്ന് പറയുന്ന വ്യക്തി അല്ല ഇവിടെ ജീവിക്കേണ്ടത്. പിന്നെ ആരാ ജീവിക്കേണ്ടത്? എന്നിലൂടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേര് ഇതുപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക, ഇന്നത്തെ പകൽക്കാലം എന്നിലൂടെ കർത്താവാണോ ജീവിച്ചത്? കർത്താവ് എന്ന തലയോളം വളരുവാനുള്ള പെരുമാറ്റമാണോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? വളരെ ഗുരുതരമായ ഒരു ചിന്തയാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയും ഈ ഭാഗത്താണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി എന്താ പറയുക, നല്ല നിലയിലാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല മാനദണ്ഡം. മാനദണ്ഡം എന്ന് പറയുന്നത് ഏതാണ്? ക്രിസ്തു എന്ന തലയോളം വളരുക. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുകയാണെന്ന് അപ്പോസ്തലൻ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്ന, പിതാവായ ദൈവം ഉദ്ദേശിക്കുന്ന ആ കർമ്മ പദ്ധതി അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയും വിധം ഈ ഗലാത്യയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ നടപാടാനായിട്ട്, വീണ്ടും പ്രസവവേദനപ്പെടാനായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുവാനായിട്ട്, വേദനപ്പെടാനായിട്ട് അപ്പോസ്തലന് മനസ്സാണ്. ഇപ്പോൾ ഒരുപക്ഷെ ശത്രുവായിട്ട് അവർ ചിന്തിക്കുന്ന ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ, അവർക്ക് വേണ്ടി ഇനിയും കഷ്ടപ്പെടുവാനായിട്ട് തരണം. ഈ ലേഖനം ഇപ്പോൾ എഴുതിയതും ആ കഷ്ടപ്പാടിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഇത്ര നിലയിൽ ഉപദേശിച്ച്, ഇത്ര ശാസിച്ച്, ഈ നിലയിൽ തൻ്റെ പാണ്ഡിത്യമെല്ലാം ഉപയോഗിച്ച് ദൈവകൃപയിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിച്ചതും ഒക്കെ ഈ വേദനയുടെ, ഈ കഷ്ടതയുടെ അല്ലെ ഈ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ക്രിസ്തു എന്ന തലയോളം വളരുക. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റീഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ബിലീവേഴ്സ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ജഡാവതാരം എന്നാണ്. അതാണ് എവിടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സംഭവിച്ചത്. അതിന്റെ റീഇൻകാർണേഷൻ, അതിന്റെ പുനരവതാരണം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ഉടലെടുക്കുമ്പോൾ, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു കർത്താവിൻ്റെ ഒരു മിനിയേച്ചറും കൂടെ, ഒരു മോഡലും കൂടെ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ വെളിപ്പെടുത്തുവാനായിട്ട്, കർത്താവിനെ പിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട്, കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട്, അറിയുവാനായിട്ടൊക്കെ ഒരു മോഡലൂടെ ദൈവം ഈ ഭൂമിയിലേക്ക് കൊടുക്കുകയാണ്. ഒരു മിനിയേച്ചറും കൂടെ, റീഇൻകാർണേഷൻ, പുനരവതരണം.
അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു അവതാരം കർത്താവിനെ ആ നിലയിൽ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രി നമ്മളോട് തന്നെ ചോദിക്കണം, ചിന്തിക്കുവാനായിട്ട് വിചിന്തനത്തിനുള്ള ഒരു അവസരമാണ്. ഇവിടെ പറയണം, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ വന്ന് ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ താൻ പറഞ്ഞതായ ഈ കാര്യങ്ങൾ, ഈ എഴുതിയ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയണമെന്നുള്ളതായിരുന്നു ആരുടെ ആഗ്രഹം? അപ്പോസ്തലന്റെ ആഗ്രഹം. അതിനൊരു വ്യത്യാസമുണ്ട് ഇല്ലേ? നമ്മൾ ഫോണിൽ കൂടി ഒരു കാര്യം പറയുന്നതും അല്ലെങ്കിൽ ഒരു കത്തെഴുതി ഒരു കാര്യം അറിയിക്കുന്നതും നേരിട്ട് വന്ന് മുഖത്തോട് മുഖം നോക്കി കണ്ണി നോക്കി സംസാരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ വെറും 7% മാത്രമേ വാക്കുകൾക്ക് റോളുള്ളതാണ്. ഒരേ വാചകം തന്നെ നമ്മൾ പല അർത്ഥത്തിൽ ഉപയോഗിക്കാനായിട്ട് വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. പിന്നെ അയാളുടെ ഭാര്യയെ തന്നെ എന്ന് ഞാൻ പറയുകയാണ്, ഒരാളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ സെന്റൻസ് തന്നെ നമുക്ക് പലതരത്തിൽ അവതരിപ്പിക്കാനായിട്ട് വരും. അയാളുടെ ഭാര്യയെ തല്ലി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ വേറെ ആരുടെയും ഭാര്യയെ തല്ലിയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി? അയാളുടെ ഭാര്യയെ തല്ലി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ട്രെസ് എവിടെയാണ് കൊടുത്തത്? തല്ലിനാണ്. അയാൾ ഇടിക്കുകയോ പിന്നെ എന്താ പറയുക മറ്റു ഉപദ്രവമൊന്നുമല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതേ ഒരേ വാചകം തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ മുഖത്തോട് മുഖം നോക്കി നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകമായ തീക്ഷ്ണതയാണ്. നമ്മുടെ പിന്നെ വോയിസ് മോഡുലേഷൻ, നമ്മുടെ ശബ്ദത്തിൻ്റെ ആ ഖനം, അതിനുണ്ടാകുന്ന ഭാവവ്യത്യാസം, മുഖത്തെ വ്യത്യാസം, ഹാൻഡ് മൂവ്മെന്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വാക്കുകളേക്കാൾ അപ്പുറമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആശയവിനിമയം നടത്തും. പൗലോസ് പറയാണ്, ഈ ഇത്രയും ഗുരുതരമായ വിഷയം ഒരു എഴുത്തെഴുതി നിങ്ങളെ അറിയിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നിങ്ങളെ അടുത്ത് വന്നിരുന്ന് എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കണം എന്നാണ്. അതിനൊരു കാലതാമസം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു താൽക്കാലികം എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ എഴുത്തെഴുതുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇമോഷണൽ ആകുന്നതിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലൻ ഇങ്ങനെ പറയാണ്, നിങ്ങൾ കർത്താവ് ഉരുവാണ്, ക്രിസ്തു ഉരുവാകണമെന്നുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ ആ വേദന ഉണ്ടല്ലോ, അതിനുവേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളോട് നേരിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണം, എല്ലാ നേരത്തും എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഗലാത്യ ലേഖനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കുറെ അറിവുണ്ടാകുക എന്നുള്ളതിനേക്കാളുപരി ആത്യന്തികമായി സംഭവിക്കേണ്ട കാര്യം ഈ എരിവ് സംഭവിക്കണം. എന്തിനു വേണ്ടി? ക്രിസ്തു നമ്മളിൽ ഉരുവാകുവാൻ തക്കവണ്ണം, ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ജീവിതത്തിൽ ഈ എരിവ് കാണിക്കാനായിട്ട് ഇടയാക്കണം. ഞാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിനും സാമൂഹികത്തിനും അതുപോലെ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് എരിവോടെ ഓടുന്നവരും അധ്വാനിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കാം, കർത്താവ് എന്ന തലയോളം വളരുവാനായിട്ട് ഞാൻ എത്രത്തോളം എഫേർട്ട് ഈ ദിവസങ്ങളിൽ എടുക്കുന്നു? വലിയ ചോദ്യമാണ്, $1 million ക്വസ്റ്റ്യനാണ്, വളരെ വിലയുള്ള ചോദ്യമാണ്. അതിന് ഏറ്റവും നല്ല നിലയുള്ളൊരു ഉത്തരം കണ്ടെത്താനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പല ശവസംസ്കാരങ്ങൾ നടക്കാനിടയായി. നമ്മുടെ സഭയിൽ തന്നെ ഒരു മാസത്തിനകത്ത് 2 ശവസംസ്കാരങ്ങൾ. ഇതൊക്കെ നമ്മളോട് സംസാരിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളെ തന്നെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട്, ഈ എരിവ് ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവജനത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായ കർത്താവിനോട് അനുരൂപമായിട്ട് തീരാൻ വേണ്ടി, ദൈവത്തിന്റെ ആഗ്രഹമായ ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുവാൻ, അല്ലെങ്കിൽ അപ്പോസ്തലനിലൂടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ ഉരുവായി അത് നമ്മളെ തന്നെ വെളിപ്പെടുത്തത്തക്ക നിലയിൽ, കർത്താവിനെ വെളിപ്പെടുത്തത്തക്ക നിലയിൽ നമ്മളായിത്തീരുമെന്നൊക്കെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എരിവ് കാണിക്കാൻ ഇടയായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ അപ്പോസ്തലൻ തന്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇത്ര ഇമോഷണലായിട്ട് സംസാരിച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഇവരെങ്ങനെയെങ്കിലും അവരുടെ ഈ പിന്നെ വഞ്ചന, അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യം അവർ പിശാചനാൽ അല്ലെങ്കിൽ ഈ യൂദായിസക്കാരാൽ, ഈ ലീഗലിസ്റ്റുകളാൽ, ന്യായവാദക്കാരാൽ ഒക്കെ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ തിരിച്ചു വരണം. അങ്ങനെ കർത്താവിനും പൗലോസിനും വലിയ സന്തോഷമുണ്ടാകണം. അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഈ അടിമത്തം അല്ലേ, അവർ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ വില മനസ്സിലാക്കാതെ പിന്നെയും പോയിട്ട് അവരെന്ത് ചെയ്യുക, അടിമനുഭവത്തിൻ്റെ കീഴിൽ തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് വിടുവിക്കപ്പെടണം. ഇതാണ് പൗലോസിൻ്റെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് നൽകുന്ന ശരിയായ ആ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം കർത്താവിനെ പോലെ ആയി തീരുവാൻ,
അവനോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെട്ട് മുന്നോട്ട് വരുവാൻ തക്കോണം, അല്ലെങ്കിൽ ആ തലയോളം വളരുവാൻ തക്കോണം നമ്മുടെ ദേഹിയുടെ ആ രക്ഷ, വിശുദ്ധീകരണം അത് അനുദിനം മുന്നോട്ട് വരുവാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം പാട്ടുപെടുമാറാകട്ടെ. ഒന്നേ എനിക്കാഗ്രഹം, ഞാൻ നിന്നെ